ആ മല കയറിക്കോ, ഈ മല കയറിക്കോ. സ്തോത്രം. മാനുഷികമായ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ നീ നിത്യ നരകത്തിലേക്ക് പോകുകയല്ലാതെ എന്റെ കർത്താവിന്റെ നിത്യരാജ്യം നീ കാണുകയില്ല. സൽപ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല കുഞ്ഞെ. ചെവി തുറന്ന് കേട്ടോ. നിന്റെ പ്രവർത്തികൾ കൊണ്ട്, നിന്റെ ദാനധർമ്മം കൊണ്ട്, നിന്റെ സൽക്കർമ്മം കൊണ്ട്, അവൻ നീ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തി കൊണ്ട് നിന്നെ വിടുവിച്ച് നിനക്ക് നിത്യതയിൽ എത്തിച്ചേരുവാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ അവൻ ദൈവമായിരുന്നവൻ തന്നെ ശൂന്യനാക്കി ഈ ഭൂമിയിലേക്ക് വന്ന് കാൽവരി ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആമേൻ. മനുഷ്യൻ നന്നായിട്ട് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു ഇപ്പൊ പലരും പഠിപ്പിക്കുക. നീ നന്നായിട്ട് ജീവിച്ചാൽ നീ സ്വർഗത്തിൽ പോകും. നീ ദാനധർമ്മം ചെയ്താൽ നീ സ്വർഗത്തിൽ പോകും. നീ കാശ് കൊടുക്ക്, നീ കാശ് മുടക്ക്, നീ കാശ് മുടക്ക്, നീ സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്നവൻ പിശാചാണ്. ആരും ആയിക്കോട്ടെ, ഏത് മതത്തിന്റെ മേലധ്യക്ഷനും ആയിക്കോട്ടെ, നീ കാശ് മുടക്കിയാൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആരെങ്കിലും നിന്നെ പഠിപ്പിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, അത് പിശാചാണ്. നിന്റെ പ്രവർത്തികൾ കൊണ്ട്, നിന്റെ പണം കൊണ്ട് കുഞ്ഞെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്നാപയോഹന്നാൻ പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിച്ച് എന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ നീ രക്ഷിക്കപ്പെടും. പന്തക്കോസ്ത് ദിനത്തിൽ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ആമൻ. പന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ ആമൻ ജെറുസലേമിലെ സമൂഹത്തെ നോക്കിക്കൊണ്ട് പത്രോസ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ യഹൂദന്മാർ മുഴുവൻ നടുങ്ങി വിറച്ച് ചോദിച്ചു, സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അവിടെ പത്രോസ് പറഞ്ഞത്, അവൻ ആ പള്ളി കൊണ്ട കുറെ പൈസ കിട്ടോ, അവിടെ പോയി ഇത് ചെയ്തു അത് ചെയ്തു എന്നല്ല. അവൻ യേശുവിൽ വിശ്വസിച്ച്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേൽപ്പീൻ, നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി രക്ഷാമാർഗം തുറന്നു വെച്ചിരിക്കുമ്പോൾ അവൻ ഈ രക്ഷാമാർഗം കാണാത്തവണ്ണം, ഈ രക്ഷാമാർഗം മനസ്സിലാക്കാത്തവണ്ണം അവൻ സ്തോത്രം നമ്മളുടെ മിഴികളെ അടച്ചു വെച്ചിരിക്കുന്ന പൈശാചികമായ എല്ലാ മേഖലകളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തെ തുച്ഛീകരിക്കുന്ന ഒരു സമൂഹം, വിശുദ്ധ വേദപുസ്തകം ശരിയല്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹം, വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ കഥയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹം. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഏതാണ്ട് കഥപുസ്തകമാണ്. ഒരു ബാലരമ പോലെ, അവൻ ഒരു ചരിത്രം പോലെ, ഒരു ഡയറി പോലെ വായിച്ചു തീർക്കാവുന്നതല്ല വിശുദ്ധ വേദപുസ്തകമെന്ന് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവർ അറിഞ്ഞിരിക്കട്ടെ. അവൻ ആദ്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ കോപ്പി അവൻ ദൈവം കൊടുത്തു മോശയുടെ കയ്യിൽ സീനായ് മലയിൽ നേരിട്ട് സ്വന്തം കൈവിരലാൽ എഴുതിയ കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഓരോ വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി അവർ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എഴുതി വെച്ചപ്പോൾ അവൻ അന്ന് എഴുതിയത് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യവും ഇന്ന് വരെ നിറവേറാതെ പോയിട്ടില്ല, ഇനിയൊട്ട് നിറവേറാതിരിക്കുകയുമില്ല. അതുകൊണ്ട് ആ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഓരോ വചനങ്ങളും ഒരിക്കൽ പോലും നിറവേറാതെ പോകത്തില്ല, അതിന് മാറ്റം വരത്തില്ല. അവൻ സ്തോത്രം വ്യക്തികളല്ല, പ്രസ്ഥാനങ്ങളല്ല, ഉപദേഷ്ടാക്കന്മാരല്ല, മതമേലധ്യക്ഷന്മാരല്ല, നേതാക്കന്മാരല്ല, മനുഷ്യന്മാരാരുമല്ല, ദൈവവചനമാണ് നമ്മുടെ മാർഗദർശിയായിരിക്കേണ്ടത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവവചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനെ പഠിച്ച് ധ്യാനിച്ച് അവൻ രക്ഷാമാർഗം കണ്ടെത്തുവാൻ അവൻ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തെ നിസ്സാരമാക്കി കാണുന്ന, വിശുദ്ധ വചനങ്ങളെ തുച്ഛീകരിച്ച് പറയുന്ന ആമേൻ എല്ലാ പ്രസ്ഥാനങ്ങളെയും ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ നിങ്ങളുടെ നിത്യതയ്ക്ക്, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ആമേൻ തടസ്സമായി തടങ്കലായി നിൽക്കുന്ന പൈശാചികമായ ഒരു മേഖലയാണതെന്ന്. ആരുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് സ്തോത്രം ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിന്റെ ആമേൻ സ്തോത്രം ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് ഞാൻ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കുമല്ലോ. ആമേൻ സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞു, ആമേൻ ഞങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു പെന്തക്കോസ്തിന്റെ ആമേൻ ദൈവത്തെ പ്രസംഗിക്കാൻ വന്നതല്ല. ഈ സർവ്വ മനുഷ്യരുടെയും ആമേൻ ഈ സർവ്വ ലോകത്തിന്റെയും ദൈവമായ ആമേൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ആ പ്രസംഗം പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജയില്ല. കാരണം അത് മാത്രമാണ് സത്യമെന്ന് ആമേൻ ഞങ്ങൾക്കറിയാം. അതിന്റെ അടിസ്ഥാനം ആമേൻ ദൈവത്താൽ രേഖപ്പെടുത്തിയ ദൈവ വചനമാണ് ഞങ്ങളുടെ അടിസ്ഥാനം. സ്തോത്രം. ഹല്ലേലൂയ.
ഇനി മറ്റൊരു കാര്യം, അവൻ എന്തുകൊണ്ട് മനുഷ്യൻ രക്ഷിക്കപ്പെടണം, എന്തുകൊണ്ട് മനുഷ്യൻ നിത്യതയിലേക്ക് ചെല്ലണം? അതിന്റെ ഒരേ ഒരു മറുപടി, അവൻ നിത്യകാലത്തോളം നരകത്തിൽ അവൻ കഷ്ടത അനുഭവിപ്പാൻ, നിത്യ നരകത്തിലായി പോകാതിരിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ബുദ്ധി ഉപദേശിക്കുന്നു. രക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച്, സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്ന് കർത്താവിന്റെ വീണ്ടും വരവ് വരെ വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിച്ച് നിത്യത കൈവശമാക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ കാലഘട്ടത്തിൽ നടക്കേണ്ട ദൈവവചന പ്രകാരം, വിശുദ്ധ വേദപുസ്തക പ്രകാരം ഇനി ഈ ലോകത്തിൽ നടക്കേണ്ട ഒരൊറ്റ പ്രധാനപ്പെട്ട സംഭവമേ ഉള്ളൂ, ഒരൊറ്റ കാര്യമേ പ്രധാനമായും സംഭവിക്കാനുള്ളൂ. അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെട്ടു വരുന്നതാ. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവൻ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി തന്ന് സർവ്വ മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി അവൻ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി തന്ന് അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രാണ